5 കുരുന്നുകൾക്ക് പുതുജീവനേകിയ ആലിൻ ഷെറിൻ എബ്രഹാമിന് യാത്രാമൊഴിയേകാൻ ജന്മനാട്. ആലിൻ ഷെറിൻ്റെ മൃതദേഹം വാലുമണ്ണിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് പത്തനംതിട്ട മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിലാണ് സംസ്കാരം. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി മല്ലപ്പള്ളിയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ കുര്യൻ, അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന അന്തരീക്ഷമാണ് ഇപ്പോഴവിടെയുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുഞ്ഞ് ആലിന് ഇപ്പോൾ ജന്മനാട് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേരാണ് അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവസാനമായി ആ പൊന്നുമോളെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മോർച്ചറിയിൽ നിന്ന് പുറത്തിറക്കിയത് 7 മണിയോടുകൂടി മോർച്ചറിയിൽ നിന്ന് പുറത്തിറക്കിയ മൃതദേഹം ആശുപത്രിയിൽ ഏതാണ്ട് 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ചിരുന്നു. 8 മണിയോടുകൂടി മല്ലപ്പള്ളിയിലെ വാലുപറമ്പിൽ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. 8 മണിക്ക് വീട്ടിൽ തുടങ്ങിയ പൊതുദർശനം ഇപ്പോഴും 2.5 മണിക്കൂർ പിന്നിട്ട് പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണി വരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. 2 മണിക്കായിരിക്കും വീട്ടിലെ മരണാനന്തര ശുശ്രൂഷകൾ തുടങ്ങുക. അതേതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കും. അതിനുശേഷമായിരിക്കും ആലിനെ സംസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോവുക. നിരവധി ആളുകൾ ആലിന് അവസാനമായിട്ട് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട്, ആ കുരുന്നിനെ ഒന്ന് കാണാനായിട്ട് നൂറുകണക്കിന് ആളുകൾ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന സമയം മുതൽ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് വന്നു പോകുന്നുണ്ട്. കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും ഈ കുരുന്നിനെ യാത്രയാക്കുക. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് ഇങ്ങനൊരു ഔദ്യോഗിക ബഹുമതി ഒരു കുഞ്ഞിന് കൊടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. കാരണം നമുക്കറിയാം, അവയവദാതാക്കളിൽ, മരണാനന്തര അവയവദാതാക്കളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞാണ് ആലിൻ. കഴിഞ്ഞ 5-ാം തീയതി കോട്ടയത്തെ ചിങ്ങവനത്ത് വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു ആലിൻ ഈ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച് മരണത്തിന് കീഴടങ്ങിയത്. ഈ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ ആലിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഈ കുടുംബം സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ആദ്യം തന്നെ അതിന് അങ്ങനൊരു സാധ്യതയുണ്ട്, കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാം എന്ന് തീരുമാനമെടുത്തിരുന്നത് കുഞ്ഞിൻ്റെ മുത്തച്ഛനായിട്ടുള്ള റെയ്ച്ചായനാണ്. റെയ്ച്ചായൻ അക്കാര്യം പറയുകയും തൻ്റെ മകനോടും മരുമകളോടും ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ആ ആഗ്രഹത്തിന് അവരൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ 5 കുരുന്നുകൾക്ക് പുതുജീവനേകിക്കൊണ്ടാണ് ഈ കുഞ്ഞ് മാലാക കുഞ്ഞ് ഭൂമിയിലെ തൻ്റെ കടമയെല്ലാം നിറവേറ്റിക്കൊണ്ട് നിത്യതയിലേക്ക്, അനശ്വരതയിലേക്ക് പോകുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ഇടതടവില്ലാതെ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മല്ലപ്പള്ളിയിലുള്ള ആളുകൾ മാത്രമല്ല, ഒരുപാടിടങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, നാനാ തുറകളിൽ നിന്ന് ആളുകൾ ഈ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണാനായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഈ കുഞ്ഞിനെ അനുശോചിക്കുന്ന ഓരോരുത്തർക്കും, വൈദികർക്കായാലും മറ്റ് ബന്ധപ്പെട്ട പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികൾക്കായാലും ഈ കുഞ്ഞിനെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചും നല്ലത് മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഈ കുഞ്ഞിനെ ഇങ്ങനെ, ഈ ചേതനയേറ്റ ശരീരം അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരാൾക്ക് പോലും നെഞ്ചിൽ കൈവെക്കാതെ, കണ്ണ് നിറയാതെ ഇവിടുന്ന് മടങ്ങിപ്പോകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ കഴിഞ്ഞ 10 മാസക്കാലം ഈ വീട്ടിൽ കളിയും ചിരിയും കൊണ്ട് ഓടി നടന്നിരുന്ന കുഞ്ഞാണ്. ഇതൊരു ചേതനയേറ്റ ശരീരമായിട്ട് അവിടെ ആ പെട്ടിക്കുള്ളിൽ കിടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി വീട്ടിലെ മരണാനന്തര ശുശ്രൂഷകൾ തുടങ്ങും. അതിനുശേഷം 3 മണിയോടുകൂടി പള്ളിയിലേക്ക് കൊണ്ടുപോകും. പള്ളിയിൽ വെച്ചായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ അന്തിമോപചാരം നൽകുക. ഔദ്യോഗിക ബഹുമതികൾ നൽകി ഈ കുഞ്ഞിനെ യാത്രയാക്കും. എന്തായാലും നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു മാതാപിതാക്കൾക്കും താങ്ങാൻ കഴിയാവുന്നതല്ല. പക്ഷേ ആ വലിയ വിഷമത്തിനിടയിലുമാണ് ആലിൻ്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യാം എന്നുള്ള തീരുമാനം ഈ കുടുംബം സ്വീകരിച്ചത്. ആ ഒരു തീരുമാനത്തെ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. തൻ്റെ ചെറുമകൾ ആലിൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായാലും ഞങ്ങൾക്ക് 5 ചെറുമക്കളെ കൂടി കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി വിഷമത്തോടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിൻ്റെ മുത്തച്ഛൻ റെയ്ച്ചായൻ അത് പറയുകയും ചെയ്തതാണ്. അങ്ങനെ അത്തരത്തിൽ വലിയ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ ഈ വീടുകളിൽ നിന്ന് പുറത്തു വന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും വന്ന് ഇവിടെയും ഈ വീട്ടിൽ വന്നു പോകുന്ന ഒരാൾ പോലും കണ്ണിൽ ഈറനണിയാതെ ഇറങ്ങിപ്പോകുന്നില്ല. ഓരോരുത്തരുടെയും നെഞ്ച് പൊട്ടുന്ന നിമിഷങ്ങളാണ് ഈ വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നൂറുകണക്കിന് ആളുകൾ അങ്ങനെ വന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞിനെ അവസാനമായത് കാണുന്നു. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ N ജയരാജ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടെ വന്ന് ഈ ആലിൻ ഷെറിന് അന്തിമോപചാരം അർപ്പിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ ഓരോ സമയത്തും ജനപ്രതിനിധികളും മന്ത്രിമാരും അടക്കമുള്ളവർ 1 മണിക്കൂറിൽ ഇവിടേക്ക് വരും. ഒരുപക്ഷെ മുഖ്യമന്ത്രി
അടക്കമുള്ള ആളുകൾ പക്ഷേ നാളെ ഈ വീട്ടിലേക്ക് വരുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 3 മണിക്കാണ് ഈ കുഞ്ഞിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ നെടുങ്ങാടപ്പള്ളി CSI സെന്റ് തോമസ് പള്ളിയിൽ നടക്കുക. അവിടെ വെച്ചായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി ഈ മാലാഖ കുഞ്ഞിനെ യാത്രയാക്കുക. ആലിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന മാലാഖ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാത്രമാണ് യാത്രയാകുന്നത്. നിത്യതയിലേക്ക് പോയാലും നാം ഓരോരുത്തരിലും ഈ കുഞ്ഞും വാലുമണ്ണിൽ കുടുംബവും ഈ കുടുംബത്തിൻ്റെ ഈ കുട്ടിയുടെ മാതാപിതാക്കളും എല്ലാം നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകുമെന്നുള്ളതൊക്കെ തീർച്ചയാണ്. ഇപ്പോഴെന്തായാലും ജനപ്രതിനിധികൾ വന്ന് ഈ കുഞ്ഞിനെ ഒന്ന് അവസാനമായി ഒന്ന് കണ്ട് മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ കൂടുതൽ ആളുകൾ ഓരോ സമയത്തും ഇവിടേക്ക് വരികയാണ്. 5 കുരുന്നുകൾക്ക് പുതുജീവനേകിയാണ് ആലിൻ ഷെറിൻ എബ്രഹാമിന് യാത്രാമൊഴിയേകുകയാണ് ജന്മനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.